ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സമ്മർ റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. എപ്പോഴും നാരങ്ങ വെള്ളം കുടിച്ച് മടുത്തവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് പറയാം. നമുക്കിതിലേക്ക് 4 നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 4 നാരങ്ങ നമുക്കൊരു 10 പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ളത് കിട്ടും കേട്ടോ. നല്ല ക്വാണ്ടിറ്റി കിട്ടും. 4 നാരങ്ങയും ഒരു കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകാണെങ്കിലും മതി, ഞങ്ങളുടെ വീട്ടിൽ ഇതായിരുന്നു അവൈലബിൾ. ഒരു നാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ മിൽക്ക് മെയ്ഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡും കൊടുത്ത ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ലെമൺ ഞാനൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ സാധാരണ നാരങ്ങ വെള്ളമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല ഇളം തേങ്ങ നോക്കി അരമുറി എടുത്തിട്ടുണ്ട്. ഈ അരമുറി തേങ്ങ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങയിലേക്ക് ഈ നാരങ്ങ നീരും കുറച്ച് ഇഞ്ചിയും എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളകും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ ആഡ് ചെയ്തെങ്കിൽ നമ്മളിതൊന്ന് അരിക്കണം. കാരണം തേങ്ങയുടെ പീര കാണുമല്ലോ, അതുകൊണ്ട് അരിക്കണം. അതുകൊണ്ട് നമ്മൾ പിന്നെയാണ് ഷുഗറും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഡ്രിങ്ക്. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരിക്കുക. ഇപ്പോൾ തേങ്ങ ചിരണ്ടിയതായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് അരയാൻ മാത്രത്തിനുള്ള വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് അമ്മയുടെ സ്പെഷ്യൽ ഡ്രിങ്കാണ്. നല്ലൊരു സമ്മർ റിഫ്രഷ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം അമ്മ ഇത് തന്നപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാനൊരു മടിയായിരുന്നു. പക്ഷേ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെയും പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി അമ്മയെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചതാട്ടോ. ഇനി ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ ഇച്ചിരൂടെ ഒന്ന് അരയാനുണ്ടായിരുന്നു. അമ്മ ഇച്ചിരൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അതൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ വലിയൊരു ചെരുവത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രിങ്ക് റെഡിയായി. ഇനി നന്നായിട്ടതൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ ഒന്നുകൂടെ മിൽക്ക് മെയ്ഡും ഷുഗറും പിന്നെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ആ പാലുണ്ടല്ലോ, ലെമണും പാലും കൂടെ ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നോളും. ഷുഗറിനും മിൽക്ക് മെയ്ഡിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്രയാണോ ആവശ്യം അത്രയും നമുക്ക് എടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കാം കേട്ടോ. കാന്താരി മുളക് ചേർത്തെന്ന് ഓർത്ത് എരിവൊന്നുമില്ല. ടേസ്റ്റ് അങ്ങോട്ട് ബാലൻസ് ആയി പൊക്കോളും. ഇനി അതും ആവശ്യത്തിനുള്ള ഷുഗറും നമ്മൾ ഒത്തിരി ഒരു ക്വാണ്ടിറ്റിക്ക് ഇപ്പോൾ ഒരു 10-15 പേർക്കുള്ളതുണ്ട്. അതിനാണ് നമ്മൾ ഇത്രയും ഷുഗർ എടുത്തിരിക്കുന്നത്. അതും ഈ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഡ്രിങ്ക് ഇതോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ട് അടിച്ചാൽ സമ്മർ ഡ്രിങ്ക് റെഡിയായി. അതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കസ്കസും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ സന്തോഷിനും ജുവയ്ക്കും അമ്മയ്ക്കും അമ്മയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് വൈകുന്നേരം വരെ വെച്ച് കുടിച്ചു. സാധാരണ നാരങ്ങ വെള്ളം വെക്കുമ്പോൾ കയ്പ്പ് വരും. ഇതൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ സമ്മറിന് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ്. രാവിലെ ഒന്ന് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വൈകുന്നേരം വരെ കുടിക്കാം. കുട്ടികൾക്കും കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഹെൽത്തിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.